ഹായ് ഓൾ, ഇന്ന് നമ്മൾ ചാൻസ് ആൻഡ് പ്രോബബിലിറ്റി പറഞ്ഞ ടോപ്പിക്കാണ് നോക്കുന്നത്. ഒരു കാര്യം നടക്കാനോ നടക്കാതിരിക്കാനോ ഉള്ള ചാൻസ് ഈക്വൽ ആവാതെ ഉള്ള കുറെ ഇവന്റ്സ് വരാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ട്രെയിൻ അത് വന്ദേ ഭാരത് വിചാരിച്ചോളൂ, അത് ലേറ്റ് ആവുമോ? അപ്പൊ ലേറ്റ് ആവാതിരിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ, ലേറ്റ് ആവുന്നതിനെക്കാട്ടുള്ള ചാൻസ് ഓഫ് ഹാപ്പനിങ്ങും ചാൻസ് ഓഫ് നോട്ട് ഹാപ്പനിങ്ങും ഈക്വൽ ആവില്ല. അങ്ങനത്തെ കേസസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ടോസിങ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെഡും വരാം ടെയിലും വരാം. ഇതിന്റെ ഔട്ട്കം നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസസിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു കോയിൻ ടോസ് ചെയ്തു. ആദ്യം നമുക്ക് എന്ത് ചെയ്തു, ആദ്യം നമുക്ക് എച്ച് കിട്ടി, ഹെഡ് കിട്ടി, പിന്നെ നമുക്ക് ടെയില് കിട്ടി, പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത് വീണ്ടും ടെയില് കിട്ടി, അങ്ങനെ 2-3 ടെയില് കിട്ടി, വീണ്ടും ഹെഡ് കിട്ടി, അങ്ങനെ ഹെഡ് 2-3 പ്രാവശ്യം കിട്ടി. അങ്ങനെ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഹെഡ് കിട്ടാനുള്ള ചാൻസും ടെയിൽ കിട്ടാനുള്ള ചാൻസും ഈക്വൽ ആയിട്ട് വരും. ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹെഡ് ആൻഡ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ടെയിൽ, ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹെഡും ചാൻസ് ഓഫ് ഗെറ്റിംഗ് ടെയിലും നമ്മുടെ നമ്പർ ഓഫ് പിൻസ് ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹെഡും ചാൻസ് ഓഫ് ഗെറ്റിംഗ് ടെയിലും ഓൾമോസ്റ്റ് ഈക്വൽ ആവും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയാം. ഹെഡ് വരാനുള്ള ചാൻസും ടെയിൽ വരാനുള്ള ചാൻസും ഒരേപോലെയാണെങ്കിൽ അതിനെ നമ്മൾ ഈക്വലി ലൈക്ലി ഔട്ട്കം എന്ന് പറയും. പിന്നെ നമുക്ക് ഒരു ഡൈ ടോസ് ചെയ്യാം. ഡൈ ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും, 1 കിട്ടും, 2 കിട്ടും, 3 കിട്ടും, 4 കിട്ടും, 5 കിട്ടും, 6 കിട്ടും. ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് ഡൈ ടോസ് ചെയ്യുമ്പോൾ കിട്ടാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോ പ്രാവശ്യം ഇങ്ങനെ ടോസ് ചെയ്യുന്ന എണ്ണം കൂടുമ്പോൾ 2, 3, 1, 6, 1, 2, 5 അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ കേസിലും ഈക്വലി ലൈക്ലി ഔട്ട്കം ആയിട്ട് നമുക്ക് വരും. അങ്ങനത്തെ കേസസിലൊക്കെ ഡിഫറെന്റ് ഔട്ട്കംസിനെ നമ്മൾ എന്ത് പറയും, അവര് ഈക്വലി ലൈക്ലി ആണെന്ന് നമ്മൾ പറയും. അതായത് ഒരേ ചാൻസ് ആണ് എല്ലാ ഔട്ട്കമിനും ഉള്ളതെന്നാണ് പറയാം. ഇപ്പൊ ഡൈ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6 6 ഔട്ട്കം ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഈക്വൽ ചാൻസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1/6 ആണ് വരാനുള്ള പ്രോബബിലിറ്റി. ഓരോന്നിനും 1/6 ആണ്. ഇത് 2ന്റെ കേസ് എടുത്താലും 1/6 ആണ് വരിക, 3ന്റെ കേസ് എടുത്താലും 1/6 ആണ് വരിക, അങ്ങനെ ഏതെടുത്താലും 1/6 ആണ് വരിക. കോയിൻ ടോസിങ് എക്സ്പെരിമെന്റിലൊന്നും ഇങ്ങനെയാണ് വരുന്നത്. ഹെഡോ ടെയിലോ ആവാം, നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യില്ല. ആ ചെരിഞ്ഞ് വരുന്നതൊന്നും കൺസിഡർ ചെയ്യില്ല. രണ്ടിലേതെങ്കിലും ഒന്നാവാം. അപ്പോൾ 1/2 ആണ് വരിക. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്താണ്, 1/2. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ അതും 1/2 ആണ്. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്, ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. നമ്മൾ ഡൈ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് എങ്ങനെയാ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ആണ് വിചാരിച്ചോളൂ. 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചാൽ ആദ്യം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 നമ്പർ ഓഫ് ഔട്ട്കംസ് വിത്ത് 2 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. Number of outcomes with 2 by total number of equally likely outcomes. Number of outcomes with 2 എത്രയാ, 1 ആണ്, equal to 1 by total number of equally likely outcomes 1, 2, 3, 4, 5, 6 അങ്ങനെ 6 ഔട്ട്കം ഉണ്ട്. അപ്പോൾ 1/6 ആണ് നമ്മളുടെ ഉത്തരം. Outcomes as events. Each outcome of an experiment or a collection of outcomes makes an event. ഓരോ ഒരു എക്സ്പെരിമെന്റിന്റെ ഏതെങ്കിലും ഒരു ഔട്ട്കമോ അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഔട്ട്കംസ് ആണ് നമ്മൾ ഒരു ഇവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റിൽ ഹെഡ് കിട്ടുന്നതും ഇത് ഇവന്റ് ആണ്, ടെയിൽ കിട്ടുന്നതും ഒരു ഇവന്റ് ആണ്. ഇൻ ഡൈ ത്രോയിങ് എക്സ്പെരിമെന്റ് ഗെറ്റിംഗ് ഈച്ച് ഔട്ട്കം ഈസ് ആൻ ഇവന്റ്. അതായത് 1, 2, 3, 4, 5, 6 ഇത് ഏത് കിട്ടുകയാണെങ്കിലും അതൊരു ഇവന്റ് ആണ്. അതേപോലെ നമുക്ക് എന്ത് പറയാം,
ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണ്. ഗെറ്റിംഗ് ഓഡ് നമ്പർ ഒരു ഇവന്റ് ആണ്. ഗെറ്റിംഗ് ഈവൻ നമ്പർ ഈസ് ആൻ ഇവന്റ്. ഗെറ്റിംഗ് ഓഡ് നമ്പർ ഈവന്റ് ആണ്. എത്ര ഔട്ട്കംസ് ഉണ്ട് ഈവൻ നമ്പർ ആയിട്ട് വരുന്നത്? 2, 4, 6. അപ്പം 3/6. 3/6 എന്ന് പറഞ്ഞാൽ 1/2. ഗെറ്റിംഗ് ഓഡ് നമ്പർ എത്രയാ? അതും 3/6 ആണ്. 1, 3, 5. അതെന്താ 1/2. അങ്ങനെ നമുക്ക് ഓരോ ഔട്ട്കം കിട്ടുന്നത് ഇവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഔട്ട്കംസ് വരുന്നതും നമുക്ക് ഇവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A bag has 4 red balls and 2 yellow balls. The balls are identical in all respects other than color. A ball is drawn from the bag without looking into the bag. What is the probability of getting a red ball? Is it more or less than getting a yellow ball? നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? 4 റെഡ് ബോളും 2 യെല്ലോ ബോളും ഉണ്ട്. അതിലത്തെ എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ്. അതിന്റെ കളർ ഒഴിച്ച് എല്ലാ കാര്യങ്ങളും ഒരേപോലെയുള്ള ബോൾ. അപ്പം നമുക്ക് ഐഡന്റിക്കൽ ആയിട്ട് ഉള്ള ബോൾസ് ആണ് തന്നിട്ടുള്ളത്. എ ബോൾ ഇസ് ഡ്രോൺ ഫ്രം ദ ബാഗ് വിതൗട്ട് ലുക്കിംഗ് ഇൻ ടു ദ ബാഗ്. നമ്മൾ ഈക്വലി ലൈക്ലി ഇവന്റ്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്ത് പറയാം? വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ? അതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അത് യെല്ലോ ബോളിനെക്കാട്ടും കൂടുതലാണോ കുറവാണോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് outcomes equal to 4 plus 2. Total number of outcomes of the event എന്താ? 4 plus 2 equal to 6. 6 ഔട്ട്കം വരെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ. നമ്പർ ഓഫ് റെഡ് ബോൾസ് എത്രയാ? നമ്പർ റെഡ് ബോൾസ് എത്രയാണ്? 4 ആണ്. അത് അപ്പം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഈക്വൽ ടു 4/6. 4/6 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അതേപോലെ നമുക്ക് നമ്പർ ഓഫ് യെല്ലോ ബോൾസ് എന്താണ്? 2/6 ആണ്. 2 തന്നിട്ടുള്ളൂ. 2 യെല്ലോ ബോൾ ആണ് ഉള്ളത്. അപ്പോൾ 2/6 ആണ്. 2/6 എത്രയാ? 1/3 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ പ്രോബിലിറ്റി ഓഫ് യെല്ലോ ബോളിനെക്കാളും കുറവാണോ കൂടുതലാണോ? കൂടുതലാണ്. ഡബിൾ ഉണ്ട്. അപ്പം അത് പറയാം. അതായത് probability of getting red ball is higher. Probability of getting red ball is higher than getting a yellow ball.